ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോസാണ്. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയതും മടിയൊക്കെ ഒന്ന് മാറി കിട്ടിയതും. അപ്പോൾ ഇത് തെയ്യങ്ങളെയൊക്കെ ആ ഒരു സമയം ഉണ്ടായിട്ട് തെയ്യത്തിൻ്റെ ആ ഒരു സീസൺ ആ ടൈമിൽ കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഇത് ഞാനിത് തെയ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു വീട്ടിൻ്റെ അടുത്തുള്ളൊരു തെയ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ വരമ്പത്ത് കൂടെ നടന്നിട്ടൊക്കെയാണ് തെയ്യത്തിന് പോകുന്നത്. മുത്തപ്പൻ്റെ തെയ്യമായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ലീവ് എടുത്ത് വന്നത് തന്നെ ഈ തെയ്യമൊക്കെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തെയ്യം ഒഴിവാക്കാണ്ട് എവിടെയൊക്കെ ചെണ്ട മുട്ടുണ്ടോ അവിടെയൊക്കെ പോകാനുള്ളൊരു പ്ലാനിലാണ് വന്ന്. അപ്പോൾ ഇത് ഞാൻ ബിരിയാണി ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടോ എന്ന് വേണ്ടി പരതുന്ന സീന്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം എനിക്ക് കോളേജിൽ ഫെയർവെല്ലൊക്കെ ആവാറായി. അപ്പോൾ ഫെയർവെല്ലിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഒരു ഡ്രസ്സ് ഞാൻ മനസ്സിലുണ്ട് ഓൾറെഡി വാങ്ങിച്ചു വെച്ചത്. പക്ഷേ എനിക്ക് ഒന്നും കൂടി എക്സ്ട്രാ വാങ്ങിയാലോ എന്നുള്ള ഇതിൽ ഞാൻ ഈ റെഡ് കളർ ചൂരിദാർ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്വാതിയും കൂടി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അത് ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് റാറാവിസിൽ ഓൾ ടൈം ഫേവറേറ്റ് ബിരിയാണി കഴിക്കാൻ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഈ റാറാവിസിൽ വരാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് എനിക്കൊരു 3 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ റാറാവിസിൽ ഫസ്റ്റ് ടൈം വരാൻ തുടങ്ങിയത്. അച്ഛനും അമ്മയും ഒബ്വിയസ്ലി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ പണ്ടൊക്കെ എപ്പോഴും അച്ഛനും അമ്മേൻ്റെയും കൂടെ വന്നിട്ട് ഈ റാറാവിസ് തന്നെയായിരുന്നു ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ. അപ്പോൾ എല്ലാ സൺഡേയ്സും നമ്മൾ റാറാവിസിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ അന്നാണ് അണ്ടല്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അണ്ടല്ലൂരിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ മാലാവളകൾ, പിന്നെ ഇതുപോലത്തെ ക്രോക്കറി സാധനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വേഗം ഇറങ്ങി രാത്രി അണ്ടല്ലൂരിലേക്ക് ഒന്നുകൂടെ സാരിയൊക്കെ ഉടുത്ത് വരാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി. അങ്ങനെ രാത്രി നമ്മൾ പിന്നെയും വീണ്ടും ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും 2 വീലർ എടുത്ത് അണ്ടല്ലൂരിലേക്ക് വന്നു. അപ്പോൾ ഒരു 3/4 മണിക്കൂർ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് അണ്ടല്ലൂരിലേക്ക് പോകാൻ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ച് നമ്മൾ പിന്നെയും ഷോപ്പിങ്ങിന് ഇറങ്ങി. അപ്പോൾ ഞാനും സ്വാതിയും കൂടി അതിലൂടെ നടക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ചൈ കണ്ട്. അപ്പോൾ ഞാനും അവളും കൂടിയെല്ലാം ഒരുമിച്ചാണ് എറണാകുളത്ത് നിന്ന് തെയ്യം കൂടാൻ വേണ്ടി വന്നത്. അപ്പോൾ അവളെ ഞാൻ കണ്ടുപിടിച്ചു. ഇത് പിറ്റേ ദിവസമുള്ളൊരു എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഉത്സവമാണ്. തെയ്യം കാര്യങ്ങളൊന്നുമല്ല, അമ്പലത്തിലൊരു കുഞ്ഞു ഉത്സവം. അപ്പോൾ ആ ഉത്സവത്തിനും പോയി. ഒന്നും കുറച്ചിട്ടില്ല. ഇത് പിറ്റേ ദിവസം എൻ്റെ അനിയനെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ നാളെ പോവും എറണാകുളത്തേക്ക്. അതിനു മുന്നേ ഒന്നും കൂടി അണ്ടല്ലൂർ വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും സ്വാതി അമ്മയും കൂടെ അണ്ടല്ലൂർ വന്ന് ഫുഡൊക്കെ കഴിച്ച് കാപ്പി കുടിച്ച് മാങ്ങ കഴിച്ച് അങ്ങനെ അവിടെ ഇങ്ങനെ കുറേ നടന്ന്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ എറണാകുളത്തേക്ക് രാവിലെ വന്നു. ഇത് കുറച്ച് ഫെയർവെൽ ഷോപ്പിംഗ് ആണ്. എറണാകുളത്തുള്ള ഫേമസ് ഷോപ്പായ ഉർവശി എന്നാണ് നമ്മളെപ്പോഴും കമ്മൽ കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാറ്. ആ ഒരു കമ്മലിന് ജസ്റ്റ് 80 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര വെയിറ്റും കാര്യങ്ങളും ഭയങ്കര ക്വാളിറ്റിയാണ്. അവരുടെ അടുത്ത് മാറി പൈസ ഇട്ട് പോയതാണെന്ന് അറിയില്ല. അതാണ് നമ്മളിങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. 80 റുപ്പീസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഇതിൽ. അപ്പോൾ ആ കമ്മൽ ഞാൻ എടുത്തു. ബാക്കി കമ്മൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ സാരിക്ക് മാച്ച് ചെയ്യുന്നതൊക്കെ നോക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സോർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് മാച്ച് ആകുന്ന ഏതാണെന്നൊക്കെ നോക്കിയെടുക്കുകയാണ്. പിന്നെ എൻ്റെ ഞാൻ ബ്ലാക്ക് ധാവണി ഉടുത്താലോ എന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. അപ്പം അതിനൊരു സെപ്റ്റം കൂടി ആഡ് ആക്കിയാലോ എന്ന് വെച്ച് ഞാനൊരു സെപ്റ്റം കൂടി എടുത്തു. ഇത് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ലുലു മാളിൽ വെച്ച് കണ്ടതാണ്. അപ്പം ഞാൻ ലേക്ക് ഷോറിൽ പോയിട്ട് വരുമ്പം ഇങ്ങനെ ഫ്രണ്ടിനെ വിളിച്ചു എവിടെയുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു ലുലു മാളിലുണ്ട്. അപ്പം ഞാൻ ലുലു മാളിൽ പോയി മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മന്തി കഴിക്കാൻ കുബാബെ പോയിട്ട് കിണ്ടിയായിരിക്കുന്ന അവസ്ഥയാണിത്. ഇപ്പോൾ തന്നെ ഓൾറെഡി 9 ഒക്കെ കഴിഞ്ഞു. ഹോസ്റ്റലിൽ കർഫ്യൂ ടൈം 9:30. അപ്പോൾ നമുക്ക് എന്തായാലും 9:30 മഹാരാജാസിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് വിളിച്ച് പറഞ്ഞ് കുറച്ച് ലേറ്റ് ആകുമെന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസത്തെ ഫെയർവെല്ലിൻ്റെ വള സെറ്റ് ചെയ്യൽ, സാരി അയൺ ചെയ്ത് വെക്കൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം നമ്മൾ ഫെയർവെല്ലിൻ്റെ സമയമാകുമ്പം എല്ലാവരും റെഡിയായി മാറ്റി. ഞാൻ മാത്രമാണ് ബ്ലാക്ക് ധാവണി എടുത്തത്. ബാക്കി എല്ലാവരും സാരി എടുത്തു. നമ്മൾ 4 പേരും ഡാൻസ് കളിക്കുന്നുണ്ട് ഫെയർവെല്ലിന്. അപ്പോൾ ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ട് ധാവണി ഉടുത്തിട്ട് ഡാൻസ് കളിച്ച് ശീലമില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട് ഞാൻ തെന്നി വീഴുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഡൗട്ട് ഇങ്ങനെ വെച്ച് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഞാൻ തെന്നി പോകുന്നുള്ളൊരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ ഞാൻ വേഗം ഹോസ്റ്റലിൽ പോയി ചൂരിദാർ, ഞാൻ അന്ന് വാങ്ങിച്ച റെഡ് ചൂരിദാർ പോയി മാറ്റിയിട്ടു. അപ്പം എൻ്റെ ക്ലാസ്സിലല്ല, ആ ഫെയർവെല്ലിനാകെ ഞാൻ മാത്രമേ ചൂരിദാറൊക്കെ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി.
നമുക്ക് ഫെയർവെൽ ഉണ്ടായത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ സാലഡ്, പായസം ഉണ്ടായിരുന്നോ? പായസം ഇല്ല, അതിന് പകരം ഐസ്ക്രീം ആയിരുന്നു തോന്നുന്നു ഉണ്ടായത്. ഐസ്ക്രീമാണ് ഉണ്ടായത്. നമ്മുടെ ഫെയർവെല്ലാണ്. നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ബ്ലോക്ക്, നമ്മൾ സയൻസ് ബ്ലോക്ക് ആണെങ്കിൽ സെൻറ്റിനറി ബ്ലോക്കിലാണ് നമ്മുടെ ഫെയർവെല്ലിൻ്റെ വെന്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയി. ഫസ്റ്റ് കുറേ സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഗസ്റ്റിൻ്റെ സ്പീച്ച്, പിന്നെ HOD ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്പീച്ചസ് ആയിരുന്നു. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്തിനൊക്കെയോ മത്സരിച്ചിട്ട് കിട്ടിയ പ്രൈസ് അന്ന് കൊടുത്ത്. അപ്പം ഇത് പ്രൈസ് വാങ്ങിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പ്രൈസ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കുന്ന പിക്ക് എടുക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ എടുക്കുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് കിട്ടിയ പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ. റിയ സ്മേൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വീശുകയാണ്. പിന്നെ നമുക്ക് ഫെയർവെൽ ഓത്ത് ഉണ്ടായിരുന്നു. Having completed my course of instruction at St. Teresa's College, Ernakulam, humbly acknowledging all my obligations to the Almighty, and gratefully remembering the instruction given by my alma mater, promise most solemnly and publicly on this last മിഷൻ ഫെയർവെൽ, അത് സക്സസ്. ഇനി അടുത്ത മിഷൻ കോൺവക്കേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ മിഷൻ കല്യാണം. ഫെയർവെല്ലൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം തന്നെ ട്രെയിൻ കയറി നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ നാട്ടിൽ ഇനിയും തെയ്യങ്ങളും ഉത്സവം ഉണ്ട്. ഇത് ജഗന്നാഥ് ടെമ്പിളിലെ ഉത്സവത്തിന് വന്നതാണ്. അപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ എനിക്ക് സ്റ്റേഷനറി സ്റ്റാക്കിങ്ങിൻ്റെ ഭയങ്കര ഒരു ഹോബിയും കാര്യങ്ങളുണ്ട്. ഞാൻ സ്റ്റിക്കേഴ്സും പെൻസിൽ, റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പോയാലും നോക്കുക. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തത് കുറച്ച് എൻ്റെ ഡേയ്സ് ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ളൊരു വ്ളോഗാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു. ബൈ ബൈ.